2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം I'm gonna witness the Niagara Falls. അപ്പോൾ വെൽക്കം ടു മൈ Niagara vlog. അങ്ങനെ രാവിലെ നയഗ്ര എത്തിയ ഉടനെ നമ്മൾ പോകുന്നത് നയഗ്ര ഫോൾസിൻ്റെ മോർണിംഗ് വ്യൂ കാണാൻ വേണ്ടി തന്നെയാണ്. ഒരുപാട് പേരുടെ സ്റ്റോറിയും ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കൂടെയൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു ബ്യൂട്ടി നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണാമെന്ന് പറയുന്നത് വേറെ എക്സ്പീരിയൻസ്. അങ്ങനെ കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പതുക്കെ നമ്മുടെ ഫോൾസിൻ്റെ അടുത്തോട്ട് നടക്കുകയാണ്. നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത്ര തിരക്കൊന്നും ഉണ്ടാവില്ലെന്ന്. ഇത്ര നേരത്തെ ആയിട്ട് പോലും അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നയഗ്ര വരെ വന്നിട്ട് ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഇപ്പം നമ്മൾ തിരക്ക് കൂടുന്നതിന് മുന്നേ തന്നെ ക്രൂസിൽ കയറാനുള്ള ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് നമ്മൾ ക്രൂസിനുള്ള ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ്. സോ ദ ക്രൂസ് ടേക്സ് യു റിയലി ക്ലോസ് ടു ദ നയഗ്ര ഫോൾസ്. ആസ് വി വാക്ക് ക്ലോസർ നമുക്ക് നയഗ്ര ഫോൾസിൻ്റെ ആ ഒരു സൗണ്ട് ഇവിടെ നിന്നേ കേൾക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് നമ്മൾ ബോട്ടിൽ കയറും. ക്രൂസിൽ കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ മുടി ഒന്ന് കെട്ടിവെച്ചു. കാരണം എന്തായാലും നനഞ്ഞ് കുളിക്കാനോ പോകണമെന്നറിയാം. എന്തായാലും അവരൊരു റെഡ് റെയിൻ കോട്ട് നമുക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും. ബട്ട് സ്റ്റിൽ ഞാൻ മുടിയൊന്നും കെട്ടിവെച്ചു. ഇനി അത് നനഞ്ഞിട്ട് ബാക്കി ഫോട്ടോസൊന്നും കൊള്ളാവണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഈ റെഡ് റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ക്യൂ ഫോളോ ചെയ്ത് ക്രൂസിൽ കയറാനുള്ള ഡെസിഗ്നേറ്റഡ് സ്പോട്ടിലെത്തി. ഈ കാണുന്നതാണ് ഞാൻ കയറിയ ബോട്ട്. ആൻഡ് യെസ്, അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി ഈ ഭൂമിയിലൊന്നും അല്ലാത്ത പോലെ ഒരു ഫീൽ. നമ്മൾ ഫോൾസിൻ്റെ അടുത്തോട്ട് അടുക്കും തോറും ആ മിസ്റ്റ് നമ്മുടെ ഫേസിലടിക്കും. പിന്നെ ഒരുപാട് സീകൾ ഇങ്ങനെ പറക്കും. നമ്മൾ ഈ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു എക്സ്പീരിയൻസ്. ഫോൾസിൻ്റെ അടുത്തോട്ട് പോകും തോറും നമ്മുടെ മുഖത്തേക്ക് മിസ്റ്റ് അടിച്ചിട്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ വെള്ളത്തിൽ ഫോൺ അങ്ങ് വീണ് പോകണ്ടെന്ന് വെച്ച് ഞാൻ കൂടുതൽ വീഡിയോസ് ഫോൾസിൻ്റെ അകത്തുനിന്ന് എടുത്തില്ല കേട്ടോ. ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ക്രൂസിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നയഗ്ര ഫോൾസിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. സോ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് US സൈഡും നയഗ്ര സൈഡും കാണാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് ദ വ്യൂ. And that was another magical moment, and the wait was worth it. അങ്ങനെ നയഗ്ര ഫോൾസിൻ്റെ മോർണിംഗ് വ്യൂ കൺകുളിർക്കെ കണ്ട് ഞാൻ ബാക്കി വ്യൂ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ നടന്നു പോകുന്ന വഴി ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. ജ്വല്ലറി ഷോപ്സ്, ക്യാൻഡി ഷോപ്സ്, ഗെയിം ഏരിയ. ആൻഡ് ദാറ്റ്സ് വെൻ ഐ സ്പോട്ടഡ് ദിസ് ടെംപ്റ്റിംഗ് ക്യാൻഡി ഷോപ്പ്. ഇതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഐസ്ക്രീമും കൂടി വാങ്ങിച്ച് കഴിച്ചു അവിടെ നിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ നയഗ്ര ഫോൾസിൻ്റെ അവിടെ നിന്ന് കാറെടുത്ത് നയഗ്ര ഔട്ട്ലെറ്റിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ ഈവനിങ് ആയപ്പോൾ നയഗ്ര ഫോൾസിൻ്റെ അടുത്തേക്ക് വരുന്നത്. സമ്മറിൽ എല്ലാ ദിവസവും 10 PM ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ടാവും. അപ്പോൾ ഐ എം റിയലി എക്സൈറ്റഡ് ടു സീ ദ ഫയർ വർക്ക്സ്. അതോടൊപ്പം നയഗ്ര ഫോൾസിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്.
ഒരു 9:30 ആകുമ്പോഴേക്കും അവിടെ ഓൾറെഡി ഒരു ഹ്യൂജ് ക്രൗഡ് ഉണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് ഫോൾസിൻ്റെ വ്യൂ കാണുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ടാസ്ക് ആയിരുന്നില്ല. സോ പറ്റുന്ന രീതിയിൽ നമ്മൾ ഫോൾസിൻ്റെ വ്യൂ കണ്ടിട്ട് പിന്നെ ഫയർ വർക്ക്സും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പ്രോപ്പർ വ്യൂ കണ്ടത്. ഐ വാസ് ദ ഹാപ്പിയസ്റ്റ്. നിങ്ങൾക്ക് ലിറ്ററലി എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി ഭയങ്കര എക്സൈറ്റഡ് ആവാനും ഒരുപാട് ഹാപ്പി ആവാനും. അത് കഴിഞ്ഞ് നമ്മളൊരു എംപ്റ്റി സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മുടെ നയഗ്ര ഫോൾസിൻ്റെ ഫുൾ നൈറ്റ് വ്യൂ ഞാൻ കണ്ടു. ആൻഡ് ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഫീലിംഗ് എവർ. ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സിലാണ് എനിക്ക് എൻ്റെ ഫാമിലീനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഞാനിതൊക്കെ കണ്ടിട്ടും അവർക്കിതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഗിൽറ്റ് ഫീലിംഗ്. ബട്ട് ഷുവർലി ഐ ബ്രിങ് ദം ഹിയർ വൺ ഡേ. ഇതൊക്കെ ആലോചിച്ച് ഫോൾസ് കണ്ട് നിൽക്കുമ്പോഴാണ് നല്ലൊരു മഴ പെയ്തത്. അപ്പം ഞാൻ എൻ്റെ ഹുഡിയൊക്കെ എടുത്തിട്ട് പറ്റിയൊരു ഷെൽട്ടറിൻ്റെ അടിയിൽ നിന്നു. അങ്ങനെ പതിയെ മഴയൊക്കെ മാറി നമ്മൾ നയഗ്ര സിറ്റിയുടെ നൈറ്റ് വ്യൂ കൂടി കാണാമെന്ന് വിചാരിച്ചു. കൂടെ തന്നെ നമ്മൾ സ്കൈ വീലും കൂടെ കയറി നയഗ്ര ഫോൾസിൻ്റെയും ആ ക്ലിഫ്റ്റൺ ഹില്ലിൻ്റെയും നൈറ്റ് വ്യൂ കൂടെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കൈ വീലിൽ കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ്സ് എടുക്കണം. സോ കൗണ്ടർ ക്ലോസ് ചെയ്യണ മുന്നേ നമ്മൾ വേഗം പോയി ടിക്കറ്റ്സ് എല്ലാം എടുത്ത് സ്കൈ വീലിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാനഡയിൽ വന്നിട്ട് 2 വർഷം ആവാറായെങ്കിലും ഇത്രയും ലൈറ്റ്സും ക്രൗഡും ഒക്കെയുള്ള ഒരു സിറ്റി എക്സ്പോഷർ എനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. നയഗ്ര വന്നപ്പോഴാണ് കിട്ടുന്നത്. ഞാൻ ആദ്യം ഉണ്ടായിരുന്ന ഒരു സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചെറിയ സിറ്റി, വളരെ കുറച്ച് ആൾക്കാർ. അപ്പോൾ ഓൾ ദീസ് വെയർ എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ. അതാണ് എൻ്റെ മുഖത്ത് ഇത്ര എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ കാണുന്നത്. ഇത്രയും ലൈറ്റും ആൾക്കാരും ഷോപ്സൊക്കെ കണ്ടതിൻ്റെ സന്തോഷമാണ്. അങ്ങനെ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്ന് നമ്മൾ സ്കൈ വീലിൽ കയറുകയാണ്. ആൻഡ് ലുക്ക് അറ്റ് ദി എക്സൈറ്റ്മെൻറ്റ് ഓൺ മൈ ഫേസ്. സ്കൈ വീലിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹോൾ ക്ലിഫ്റ്റൺ ഹിൽ വ്യൂ കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു വോൾക്കാനോ നടക്കെ ഫയറൊക്കെ വരും കേട്ടോ. പക്ഷെ അത് ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ആൻഡ് ദിസ് വാസ് എ നയഗ്ര സിറ്റി വ്യൂ അറ്റ് നൈറ്റ്. ഹാലോവീൻ അടുക്കാറായതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സ്പൂക്കി ഫിഗേഴ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു അടുത്തൊക്കെ. ആൻഡ് ദാറ്റ് വാസ് ദാറ്റ്. ഒരു അടിപൊളി ദിവസത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഐ ആം സോ ഹാപ്പി. കാനഡയിൽ വന്നിട്ട് പോണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് നയഗ്ര വാട്ടർഫോൾസ്. അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം കൂടി ടിക്ക് ചെയ്തിരിക്കുകയാണ്. ഐ ആം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വ്ലോഗ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.